ഹായ് ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റിയൽമി പുറത്തിറക്കുന്ന അവർ റിയൽമി GT Neo 2ൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. സോ ജസ്റ്റ് അൺബോക്സിങ് കൂടെ കാണിക്കുന്നതേ ഉള്ളൂ, കാരണം ഓൾറെഡി ഇതിൻ്റെ അൺബോക്സിങ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിഷ്യലി കുറച്ച് ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊരു നല്ല സ്മാർട്ട് ഫോണാണ്, പക്ഷേ ഇതിൻ്റെ അകത്ത് കുറച്ച് കുഴപ്പങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് കണ്ടൻസ് നോക്കാം. അപ്പോൾ നേരെ വീഡിയോ തുടങ്ങുന്ന മുമ്പ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് അൺബോക്സ് ചെയ്തിട്ട് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ റിയൽമി GT Neo 2ൻ്റെ ബോക്സിംഗ് പാക്കേജിൽ ഒരു ചൈനീസ് ടെക്സ്റ്റ് തന്നിട്ടില്ല. സോ ബോക്സ് ഓപ്പൺ ചെയ്യുന്നിടത്ത് വെൽക്കം ടു റിയൽമി ഫാമിലി, കുറച്ച് ഡോക്യുമെൻറ്റേഷൻ, നമ്മുടെ സ്മാർട്ട് ഫോണ്, ഒരു കിഡിലൻ TPU കേസ്, സെയിമസ് നമ്മുടെ റിയൽമി GTയിലും GT മാസ്റ്റർ എഡിഷനിലും മാസ്റ്റർ എക്സ്പ്ലോറിലും കണ്ട ഇതാണ്. 65 വാട്ടിൻ്റെ ഒരു ചാർജർ, USB Type-C കേബിൾ, ദാറ്റ്സ് ഓൾ ഇൻ ദി ബോക്സ്. ഇത്രയും മാത്രമേ ബോക്സിനകത്ത് കിട്ടുന്നുള്ളൂ. സോ നമ്മുടെ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡീപ്പ് ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രീനും അതോടൊപ്പം ഒരു ബ്ലാക്കും കളർ കോമ്പിനേഷനാണ് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. ഏറ്റവും താഴ്ഭാഗത്തോട്ട് തന്നെ റിയൽമിയുടെ ബ്രാൻഡിങ് തന്നിട്ടുണ്ട്. കളർ ഫെയ്ഡ് ആവുന്നുണ്ട് ചില സമയത്ത്, അതായത് നമ്മൾ പുറത്തോട്ടിറങ്ങുന്ന സമയത്തൊക്കെ ചെറിയൊരു എന്താ പറയുക, നല്ലൊരു വെട്ടം കൂടി നിൽക്കുന്നുണ്ട്. ഈ ഒരു ഫോൺ കാണുമ്പോൾ ആളുകൾക്ക് ഒരു വല്ലാത്തൊരു ഫോണായിട്ട് തോന്നുന്നൊരു സമയം എനിക്ക് തോന്നിയിട്ടുണ്ട് മെയിനായിട്ടും. സോ ആ ഒരു രീതിയിലുള്ള ഫ്ലാഷ് നമ്മുടെ ഈ സൂര്യൻ്റെ വെട്ടം അടിക്കുന്ന സമയം നല്ല രീതിയിൽ വരുന്നുണ്ട്. സോ ഫ്രണ്ട് വൈസിൽ നല്ലൊരു ഗ്ലാസ് പ്രൊട്ടക്ഷനാണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും നൽകിയിട്ടുള്ളത്. സോ ഈ ഒരു കളർ വൈസിൽ എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ബ്ലാക്കും സിൽവറുമാണ്. ഒരിക്കലും ഈ ഒരു ഗ്രീൻ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഒരു യെല്ലോയും ഗ്രീനും ഒരു ഫിനിഷ് വല്ലാത്തൊരു ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒരു വീടായിട്ടുള്ളൊരു ക്യാമറ മൊഡ്യൂളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ Mi 11 അൾട്രയും അതോടൊപ്പം Huawei P50 ആ ഒരു സ്മാർട്ട് ഫോൺസിൻ്റെ ക്യാമറ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള കമ്പനീസും ക്യാമറ മൊഡ്യൂൾസ് കുറച്ച് മാറ്റി നോക്കുന്നുണ്ട്. സ്മാർട്ട് ഫോണിൻ്റെ താഴ്ഭാഗത്തായിട്ട് സ്പീക്കർ ഗ്രിൽസും Type-C പോർട്ടും നമ്മുടെ പ്രൈമറി മൈക്കും നമ്മുടെ സിം സ്ലോട്ടും കാണാനായിട്ട് സാധിക്കും. ഫ്രണ്ടിലായിട്ട് തന്നെ ഇയർ പീസിയും നമ്മുടെ ഒരു പഞ്ച് ഹോൾ ക്യാമറയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സൈഡ് പഞ്ച് ഹോളിൻ്റെ ക്യാമറയാണ്. 6.62 ഇഞ്ചസിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് 1300 നിറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. 120 Hz റീഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. HDR10+ സപ്പോർട്ടബിൾ ആണ്. 85.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ തന്നിട്ടുണ്ട്. 398 ppi ഡെൻസിറ്റി ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അത് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ 120 Hz റീഫ്രഷ് റേറ്റും HDR10 കൂടെ വന്നപ്പോഴത്തേക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വളരെ നല്ല കിടലായിട്ടുണ്ട്. കാരണം ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തൊന്ന് നമ്മളൊന്ന് സ്ലോ ആക്കി നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഇപ്പോൾ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന സമയത്തും സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്, പക്ഷേ സ്ലോ ആക്കുകയാണെങ്കിൽ ആ ഒരു ആനിമേഷൻ സ്പീഡ് നമുക്ക് കുറച്ചുകൂടി ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് സ്നാപ്ഡ്രാഗൺ 870 എന്ന് പറയുന്ന ഒരു 5G പ്രോസറാണ് നൽകിയിരിക്കുന്നത്. 7nm പ്രോസറാണ്. അഡ്രീനോ 650 എന്ന് പറയുന്നൊരു GPU ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 12 GB ഓഫ് റാം വിത്ത് UFS 3.1 ആണ് കിട്ടുന്നത്. ഇതിനകത്ത് നമുക്ക് GT മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അത് നമ്മുടെ GT സീരീസ് എല്ലാ സ്മാർട്ട് ഫോൺസിനും കിട്ടുന്ന പോലെ തന്നെ ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊസസ്സറും റാമും അതോടൊപ്പം നമ്മുടെ ബാറ്ററി എല്ലാം കൂടി ഒരു ഗെയിമിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു സ്മാർട്ട് ഫോണിൽ അത് ഞാൻ ഗെൻഷിൻ ഇമ്പാക്റ്റ് ഹൈ FPS കളിച്ച് നോക്കി, ഒരു ഹീറ്റും ഇല്ല, ഒരു ലാഗും ഇല്ല. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കുറച്ചൊരു ബാക്ക്വേർഡ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഞാൻ ഈ ഒരു തമ്പനിയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫോൺ ഒരു കില്ല ഫോണാണ്, പക്ഷേ ഇത് ഞാൻ കൊടുത്തതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം അതാണ്. നമ്മൾ ഗെൻഷിൻ ഇമ്പാക്റ്റ് കളിക്കുന്ന സമയത്ത് ഒരു ലാഗോ ഒരു ഹാങ്ങോ ഒരു ഹീറ്റോ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ഗെയിം കളിച്ചപ്പോൾ. നല്ല രീതിയിലുള്ള ഗെയിമിംഗ് പെർഫോമൻസ്, ഒരിടത്തോ ഒരു എന്താ പറയുക, ഒരു ഫ്രെയിം ഡ്രോപ്പ് പോലും എനിക്ക് കിട്ടിയില്ല. നല്ല രീതിയിലുള്ള FPS പുഷിങ് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. 870 SoC പ്രോസറാണ് നൽകിയിരിക്കുന്നത്. 5G ആണ്. പിന്നെ ഒരു 7nm പ്രോസറാണ് കേട്ടോ. അപ്പോൾ 6nm അത്ര ഇത് കിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ബാക്ക്വേർഡ് വന്നത് ഞാൻ PUBG മൊബൈൽ കളിച്ചപ്പോഴാണ്. PUBG മൊബൈലിൻ്റെ ചൈനീസ് വേരിയൻ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരുന്നത്. ഇതിൻ്റെ ഞാൻ ഫുൾ എക്സ്ട്രീമിലിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഞാൻ കളിച്ച് നോക്കിയത്. ഫുൾ HD എക്സ്ട്രീമിൻ്റെ അകത്തും സിനിമാറ്റിക് മോഡ് എല്ലാം ട്രൈ ചെയ്തതിന് ശേഷം ഞാൻ ഒന്ന് കളിച്ച് നോക്കി. ഇപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് സ്മൂത്തിലിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനിത് ഫുൾ എക്സ്ട്രീമിലിട്ട് കളിച്ച സമയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്മാർട്ട് ഫോണ് ഹീറ്റ് ആവുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നുണ്ട്. ഇത് എനിക്ക് നമ്മുടെ റിയൽമി GT സീരീസിൽ ഒരു ഫോണിൽ ഇത്രയും ഹീറ്റ് ഞാൻ കണ്ടിട്ടില്ല. മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്ത സമയത്ത് ഞാൻ കണ്ടിട്ടില്ല ഇത്ര ഹീറ്റ്. പക്ഷേ
ഈ ഒരു ഫോണിൻ്റെ അകത്ത് പബ്ജി മൊബൈലിൽ ഫുൾ എക്സ്ട്രീം HDR ഗ്രാഫിക്സ് ഇട്ട് കളിച്ചപ്പോൾ നല്ല രീതിയിലുള്ള ഹീറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലെന്ന് വെച്ചാൽ നല്ല രീതിയിൽ. ഞാനപ്പോൾ വിചാരിച്ചു ആദ്യം ഞാൻ ഔട്ട്ഡോറിലിരുന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഔട്ട്ഡോറിലിരുന്ന് നോക്കിയപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നുന്നു ചിലപ്പം ക്ലൈമറ്റ് കണ്ടീഷൻ നമ്മുടെ OnePlus 9 Proയിൽ കണ്ട സെയിം ഇഷ്യൂ, വെളിയിൽ വെച്ച് കളിച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ആവുമെന്ന് വിചാരിച്ച് ഞാൻ അകത്ത് കൊണ്ടുവന്നപ്പോഴും അതിൽ നിന്ന് കുറച്ച് ഹീറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഹീറ്റ് കുറഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ബട്ട് നല്ല ഹീറ്റ് എനിക്ക് ഫീൽ ചെയ്തു. അത് എനിക്ക് മെയിനായിട്ടും തോന്നിയത് നമ്മുടെ ഒരു ക്യാമറ ഉണ്ടല്ലോ, ബാക്ക് റിയർ ക്യാമറ, ആ ഒരു പോർഷൻ കുറച്ച് ഹീറ്റ് ആവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, പേഴ്സണലായിട്ട് ഫീൽ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഫീലായി. പക്ഷേ ഇതിനകത്ത് GT മോഡിനകത്ത് കുറച്ച് ഓപ്ഷൻസ് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഹീറ്റ് കുറയ്ക്കാൻ പറ്റുമെന്ന് തന്നെ അവരുടെ എന്താ പറയുക കസ്റ്റമർ സർവീസ് കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഹീറ്റ് ഫീൽ ചെയ്തു. എന്നിട്ട് ഞാൻ ഫോർനൈറ്റ് കളിക്കാൻ നോക്കി. ഫോർനൈറ്റിലും ഈ ഒരു ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ബട്ട് പബ്ജി മൊബൈലിലോട്ട് വരുമ്പോൾ ഈ ഒരു ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മെയിനായിട്ടും ഗ്രാഫിക്സ് എടുക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ഫോർനൈറ്റിലും ഗ്രാഫിക്സ് എടുക്കുന്നുണ്ട്, നല്ല രീതിയിലുള്ള ഗ്രാഫിക്സ് കിട്ടുന്നൊരു ഗെയിം തന്നെയാണ് ഫോർനൈറ്റ്. പക്ഷേ ഇതിലും ഗെൻഷിൻ ഇമ്പാക്റ്റിലൊന്നും വലിയ ഹീറ്റ് ഫീൽ ചെയ്തില്ല. ഹീറ്റ് ഇല്ലെന്ന് ഞാനെങ്കിൽ തന്നെ പറയാം, വലിയ ഹീറ്റൊന്നും ഫീൽ ചെയ്തില്ല. ബട്ട് പബ്ജി മൊബൈലിൽ നല്ല രീതിയിലുള്ള ഹീറ്റ് തന്നെ ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ആ തമ്പനിയിൽ കൊടുക്കാനുള്ള മെയിനായിട്ടുള്ള പ്രശ്നം. പിന്നെ ഇനി ഇതിൻ്റെ ബാക്ക്വേർഡ് വരുന്ന ഒരു ക്യാമറ പോർഷനിലാണ്. അതും കൂടെ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഈ ഒരു ഫോൺ മേടിക്കണോ വേണ്ടയോ എന്നുള്ള വെർഡിക്റ്റും കൂടെ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്തുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ എടുത്തും പറയുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടും ഇതിൻ്റെ അകത്ത് ഹീറ്റ് ആവുന്നുണ്ട്. അത് തന്നെയാണ് എനിക്ക് കുറച്ച് എടുത്ത് പറയാനുള്ളത്. നല്ല രീതിയിലുള്ള ഹീറ്റ് ആവുന്നുണ്ട്. ഒരു പബ്ജി മൊബൈൽ കളിക്കുന്ന സമയത്താണ്. ഞാൻ ഫ്രീ ഫയർ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയില്ല, അത് തീർച്ചയായിട്ടും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഫ്രീ ഫയർ മാക്സ് ആണ് കേട്ടോ. അതിൻ്റെ ഒരു ഗെയിം പ്ലേ വീഡിയോ ചാനലിൽ വരുന്നുണ്ട്. ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആവർത്തിച്ച് വെച്ചോ. അതിൻ്റെ ഒരു ഗെയിം പ്ലേ വീഡിയോ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് നേരം കളിച്ചിട്ട് ഹീറ്റ് നമുക്ക് നോക്കാം. കണ്ടോ, നമുക്ക് 42.2 ഡിഗ്രി സെൽഷ്യസ്, 42.3 കണ്ടോ. നമുക്ക് മാക്സിമം ആ ഒരു ക്യാമറ ബമ്പിൻ്റെ അടുത്ത് വരുമ്പോൾ കുറച്ച് കൂടുന്നുണ്ട്. ബാക്കി വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഹീറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് റിയൽമിയുടെ തന്നെ പ്രശ്നം തന്നെയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു Android 11 Realme UI 3.0 വരുമ്പോൾ ശരിയായിരിക്കും. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ അകത്ത് Android 11 ആണ് റൺ ആവുന്നത്, Android 12 അല്ല. Android 11 Realme UI 2.0 ആണ്. ബട്ട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇവർ പറയുന്നത് Android 12 വിത്ത് Realme UI 3.0 ആണ്. അത് ഒഫീഷ്യലി കൺഫേംഡ് അല്ല, ജസ്റ്റ് ഒരു റൂമറും ലീക്കും ആണ്. സ്മാർട്ട് ഫോണിൻ്റെ ചാർജിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് ബോക്സിൻ്റെ അകത്ത് തന്നെ 65 വാട്ടിൻ്റെ ചാർജർ ഇൻക്ലൂഡഡ് ആണ്. 5000 mAh ബാറ്ററിയും ഈ ഒരു ഫോണിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. ഏകദേശം നമ്മൾ 100% വരെ ആവണമെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 31 മിനിറ്റ്സ് എടുത്തു എനിക്ക്. പക്ഷേ നമ്മുടെ GSM അരീനയ്ക്കകത്തും അതോടൊപ്പം 91 മൊബൈൽസിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 36 മിനിറ്റ് എടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. സോ നമുക്ക് അതും കൂടെ നോക്കാം. മൂവിങ് ടു ദ ക്യാമറ സൈഡ്, ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ കുറച്ച് വിയേർഡാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വല്ലാത്ത രീതിയിലുള്ള ഒരു ക്യാമറ മൊഡ്യൂളാണ്. എനിക്കിത് എന്താണ് അവർ കമ്പനി ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു ക്യാമറ ഇത് മനസ്സിലായില്ല. നല്ല രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് ഈ ഒരു ക്യാമറയ്ക്കകത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കും. നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. 64 മെഗാപിക്സലിൻ്റെ എഫ് അപ്പർച്ചർ, 1.8-ൻ്റെ 26mm വൈഡ് ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. 8 മെഗാപിക്സലിൻ്റെ എഫ് അപ്പർച്ചർ, 2.3 16mm അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ എഫ് അപ്പർച്ചർ, 2.4 മാക്രോ ക്യാമറയും നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ക്യാമറയിൽ ബാക്ക്വേർഡ് വരുന്നത് റിയർ ക്യാമറയിൽ 1080p 30fps മാത്രമേ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഗൈറോ EIS വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഗൈറോ EIS വെച്ചിട്ട് നമുക്ക് 1080p 30fps എടുക്കാൻ സാധിക്കുന്നില്ല. ഈവൻ നമ്മുടെ IQ Z5 നോക്കുകയാണെങ്കിൽ നമുക്ക് 4K ആയിട്ട് 30fps കിട്ടുന്നുണ്ട്. 64 മെഗാപിക്സലിൻ്റെ റിയർ അല്ലെങ്കിൽ 64 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ നൽകിയിട്ടും അവർക്ക് 4K കമ്പനിക്ക് പുഷ് ചെയ്യായിരുന്നു. കാരണം 28,000 രൂപ കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ 28,000 രൂപയുടെ ചൈനീസ് പ്രൈസ് ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, അതായത് 2299 ചൈനീസ് യുവാൻ നമ്മൾ ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 28,000 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും വില കൊടുത്ത് നമ്മളൊരു ഫോൺ മേടിക്കുമ്പോൾ 4K 30fps മാക്സിമം ഇത്രയും നല്ലൊരു ബ്രാൻഡായിട്ടുള്ള കമ്പനിക്ക് തരണമെന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നി. 16 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് ഈ ഫോണിൻ്റെ അകത്ത് വരുന്നത്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. നല്ല രീതിയിലുള്ള ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ എനിക്ക് ഈ ഒരു ബാക്കിലത്തെ ഒരു ബ്ലാക്ക് കളർ ഫിനിഷ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ബ്ലാക്കും ബ്ലൂ യെല്ലോ അവൈലബിൾ ആണ്. അപ്പോൾ ഫൈനൽ വെർഡിക്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഈ ഒരു ഫോൺ ഇപ്പോൾ 13 ഒക്ടോബറിന് ഈ ഫോൺ ലോഞ്ച് ആവുന്നെങ്കിൽ ഇത് എടുക്കാതിരിക്കുക. OnePlus 9RT 13 ഓഗസ്റ്റിന് ചൈനയിൽ ലോഞ്ച് ആവുന്നുണ്ട്. അതിനുശേഷം 20-ാം തീയതി എന്തോ ഇന്ത്യയിൽ വരുമെന്ന് ലീക്ക് പറയുന്നുണ്ട്. സോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ എടുക്കേണ്ടത്. ഇതിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ ഞാൻ പറഞ്ഞാൽ ഹീറ്റുണ്ട്, ഹീറ്റുണ്ട്, പിന്നെ ക്യാമറ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്ത്യയിൽ വരുമ്പോൾ ചിലപ്പോൾ മാറ്റി വരിക. ഞാൻ പറഞ്ഞാണ് ചൈനീസ് യൂണിറ്റിൻ്റെ കറക്റ്റ് പ്രൈസ് പറഞ്ഞാണ്. അപ്പോൾ ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് മാറാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ അമർത്തി വെച്ചിരിക്കുക. Until then, this is Satyan signing off. Bye bye. See you in the next one.